ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോർ മിന്നു ഇൻറ്റു 24 എന്നൊരു ചാനൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതൊരു മിന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി നടത്തുന്ന ചാനലാണ്. കുട്ടിയുടെ ശരിക്കുള്ള പേര് കൃഷ്ണപ്രിയ എന്നാണ്. ഏകദേശം ഒരു കൊറോണ ടൈമിൽ, എല്ലാവരെയും പോലെ തന്നെ കൊറോണ ടൈമിലാണ് ഈ ചാനൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു സാധാരണ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്ന ചാനൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല അത്. അതിന്റെ വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കുകയാണ്. ഒരു സാധാരണ നോർമൽ ഡ്രസ്സൊന്നുമല്ല, വലിയ മനോഹരമായിട്ടുള്ള ഒരു ഗൗണ് തയ്ച്ചു. നെറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഗൗണ് തയ്ക്കുന്നത്. ഒരു സാധാരണ മെഷീനിൽ, നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ ചവിട്ടി ഉപയോഗിക്കുന്ന ഒരു സാധാരണ മെഷീനിൽ ആ കുട്ടി ഒരു ഗൗണ് തയ്ച്ചെടുത്തു. എന്നിട്ട് അതിട്ടിട്ട് ആ കുട്ടി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ലോ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീട് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ വീട്ടിൽ ആ കുട്ടി ആ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അച്ഛന്റെ മുണ്ടൊക്കെ ഉപയോഗിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മറച്ചു വെച്ചിട്ട് വളരെ മനോഹരമായ ഒരു ഫോട്ടോഷൂട്ട് ആ കുട്ടി ചെയ്യുന്നു. ആ വീഡിയോ വളരെ വൈറലാവുന്നു. കാരണം ആ ഒരു പെൺകുട്ടി അതൊരു പാഷൻ കൊണ്ടാണ് അങ്ങനെ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ അതിനായിട്ട് പോയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടോ ഒന്നുമല്ല. അത് അതിന്റെ ഒരു പാഷൻ കൊണ്ടാണ് ആ അങ്ങനെ ഒരു ഫ്രോക്ക് തയ്ച്ചുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൗണ് തയ്ച്ചുണ്ടാക്കുന്നത്. എന്നിട്ട് അതിട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അതോടുകൂടി ആ കുട്ടിയുടെ ആ വീഡിയോ വളരെ വൈറലാവുന്നു. എല്ലാവരും ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നു. പിന്നീട് ആ കുട്ടി നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ തന്നെ ഉഷ കമ്പനിയുടെ മിഷനിലായിരുന്നു ഈ കുട്ടിയെ തയ്ച്ചിരുന്നത്. അപ്പോൾ ഉഷ കമ്പനി അവരുടെ ഒരു പവർ മെഷീൻ, കുറച്ചുകൂടി ഒരു ഇലക്ട്രിക് മെഷീൻ ഈ കുട്ടിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അവർ ആദരിക്കുന്നു ഈ കുട്ടിയെ. പിന്നെ പല ചാനലുകാരും ഈ കുട്ടിയുടെ സ്റ്റോറിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു സാധാരണ ചാനൽ എന്നുള്ള നിലയ്ക്കല്ല കുട്ടി യൂട്യൂബിലൂടെ മുന്നോട്ട് പോകുന്നത്. ആ കുട്ടി ഈ ഒരു കഴിവിനെ, ഇത്ര മനോഹരമായിട്ട് തയ്ക്കാനുള്ള ഒരു കഴിവിനെ ആ കുട്ടി ഒരു വരുമാന മാർഗ്ഗമാക്കി എടുക്കുകയാണ്. കാരണം ആ കുട്ടിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് അത് കുട്ടി തയ്ച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം ഗൗണുകൾ, വലിയ മനോഹരമായ ഗൗണുകളൊക്കെയാണ് തയ്ക്കുന്നത്. പൊതുവെ നമുക്കറിയാം, ഗൗണുകളൊക്കെ ഈ ക്രിസ്ത്യൻസ് ഒക്കെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ള ഗൗണൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനൊക്കെയാണ് ഗൗണുകൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ കല്യാണ പെണ്ണ് ചുറ്റും നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് ഇടാനൊക്കെയാണ് ഈ ഗൗണുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു രീതിയിലേക്ക് ഈ ഒരു ബിസിനസ് ഈ കുട്ടി മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ഈ ഒരു ജോലിയിൽ നിന്നും പലപ്പോഴും മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ തയ്ച്ചു കൊടുത്താൽ കൃത്യമായിട്ട് പണം കിട്ടാതിരിക്കുക. തയ്യൽ അറിയാലേ, പലപ്പോഴും പലർക്കും തയ്ച്ചു കഴിയുമ്പോൾ പാകമായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തയ്പ്പിക്കുക, അങ്ങനെയൊക്കെ പലരും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഈ കുട്ടിക്ക് മുൻപും ഉണ്ടായിട്ടുണ്ട്, മിനുവിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈയിടെ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം ആ കുട്ടിയുടെ വീഡിയോയിലൂടെ പങ്കുവെച്ചിരുന്നു, യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം അമ്മയും മകളും കൂടി ആ കുട്ടിയെ കാണാൻ വരുന്നു. അടുത്തുള്ള ഒന്നല്ല, കുറച്ച് ദൂരെ നിന്ന് വേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് തയ്ക്കണം എന്ന് പറയും, ഒരു ഗൗണ് തയ്ക്കണം എന്ന് പറയും. അങ്ങനെ ഒരു വെള്ള ഗൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം ഒരു വെള്ള ഗൗൺ തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് മോഡലൊക്കെ അവർ തന്നെ കൊടുക്കുന്നു. ഒരു ബോഡിക്കോൺ ടൈപ്പുള്ള ഗൗണാണത് എന്ന് പറയുന്നു. ബോഡിക്കോൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഷേപ്പിന്റെ അതേ രീതിയിൽ തയ്ക്കുന്ന ഒരു ഗൗണിനെയാണ് ബോഡിക്കോൺ ഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മോഡൽ കൊടുക്കുന്നു. മേൽവശത്ത് നെറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്ലീവ്ലെസ് പോലെ, അല്ലെങ്കിൽ മേൽവശത്ത് ഒന്നുമില്ല തോന്നുന്ന പോലെ സ്കിൻ കളർ നെറ്റൊക്കെ വെച്ചിട്ട് വേണം തയ്ക്കാൻ എന്ന് പറയുന്നു, കഴുത്തിന്റെ ഭാഗത്തൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു മോഡലൊക്കെ അവർ കൊടുക്കുന്നു. എന്നിട്ട് കൃത്യമായ അളവൊക്കെ എടുത്തിട്ട് അവർ പോകുന്നു. ഈ കുട്ടിയുടെ അമ്മയും തയ്ക്കുന്ന ആളാണ്. അപ്പോൾ ആ അമ്മയ്ക്കും അറിയാം, അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അളവെടുക്കുന്നതും മിന്നു തയ്ക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ മിന്നു തയ്ക്കുന്നു. തയ്ച്ച ശേഷം അയച്ചു കൊടുക്കുന്നു. പൈസയും വാങ്ങി വെക്കുന്നു, അതിൻ്റെതായിട്ടുള്ള കാശും പറയുന്നു. പക്ഷെ ഒരു 16,000 രൂപയോളം വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 16,000 രൂപയും തരാൻ പറ്റില്ല, ഞങ്ങൾ ഈ മോഡൽ എടുത്ത അവിടുത്തെ കുട്ടി ഞങ്ങൾക്ക് 13,000 രൂപയ്ക്ക് തയ്ച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 13,000 രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ മിന്നുവിന് ഇതിന്റെ മെറ്റീരിയലിന് തന്നെ 13,000 രൂപയോളം ആയിട്ടുണ്ട്. 16,000 രൂപ പറഞ്ഞാൽ ഏകദേശം 3,000-3,500 രൂപ മാത്രമേ ഈ കുട്ടിക്ക് ഇതിൽ ലാഭം കിട്ടുന്നുള്ളൂ. അപ്പൊ മിന്നു പറയുന്നു അങ്ങനെ പറ്റില്ല, എനിക്ക് എന്നാലും 16,000 രൂപ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഇത് അയച്ചു കൊടുത്ത് അവരവിടെ ഇട്ട് നോക്കിയപ്പോൾ അത് തീരെ പാകമല്ല, ഇറക്കമില്ല, വണ്ണം ടൈറ്റ് ആണ്, അങ്ങനത്തെ ഒരുപാട് കംപ്ലൈന്റുകൾ അവർ പറയുന്നു. അപ്പോൾ ആകെ ഒരു വിഷമിച്ചു പോവുകയാണ്. കാരണം ഇത്രയും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, ഇത്ര വില കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ഡ്രസ്സ് ഇങ്ങനെ പാകമല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വലിയ വിഷയമാണ്. കാരണം പിന്നീട് വീണ്ടും തയ്ക്കണം, അല്ലെങ്കിൽ അതിന് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ചെലവ് ആര് തരും, അങ്ങനത്തെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പൊ മിന്നു ആകെ ടെൻഷൻ ആവുന്നു. അപ്പൊ മിന്നു പറയുന്നു നിങ്ങളത് ഇട്ട് നോക്കൂ, എന്നിട്ട് എനിക്കൊരു വീഡിയോ കാണിച്ചു തരും എന്ന് പറയുന്നു. അപ്പൊ വിട്ടു നോക്കുന്നു, അതിന്റെ വീഡിയോ കാണിച്ചു തരുന്നു. അപ്പൊ അത് കറക്റ്റ് ആയിട്ടും ഇറക്കമില്ല എന്ന് മിന്നുവിന് തന്നെ തോന്നുന്നു. അപ്പൊ മിന്നു ആകെ ടെൻഷൻ ആവുന്നു. അപ്പൊ മിന്നു പറയുന്നു ബോഡിക്കോൺ ഡ്രസ്സാണ്, അതുകൊണ്ട് നിങ്ങളത് വലിച്ചു താഴ്ത്തി ഇടണം എന്നൊക്കെ പറയുന്നു. അതൊന്നും അവർ ചെയ്യുന്നില്ല. അവരുടെ അളവ് എടുക്കാൻ പറയുന്നു. അപ്പൊ മിന്നു പറഞ്ഞിരുന്നു 59 ഇഞ്ചായിരുന്നു അളവ്.
അളവ്. ശരിക്കും അത് മിന്നു 60 ഇഞ്ച് വെച്ചാണ് തയ്ച്ചിരിക്കുന്നത്, എന്നിട്ട് പോലും അത് പാകാവുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ആകെ മിന്നു ടെൻഷൻ ആവുന്നു. മിന്നു പറയുന്നത് നിങ്ങൾ തിരിച്ചയക്കൂ, ഞാനത് കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കത് റീഫണ്ട് ചെയ്ത് തരണം, അതിനുശേഷം ഞങ്ങൾ അയക്കുള്ളൂ പറഞ്ഞു. മിന്നു പറഞ്ഞു അതൊന്നും പറ്റില്ല, ഞാൻ തന്ന പ്രൊഡക്റ്റാണ്, ഞാൻ വീണ്ടും അത് തരും, അപ്പോൾ നിങ്ങളത് എനിക്ക് അയച്ചു തരൂ, അതിനുശേഷം റീഫണ്ടിനെ കുറിച്ചൊക്കെ ആലോചിക്കാം, ഞാനത് കറക്റ്റ് ആക്കി തരാമെന്ന് പറയുന്നു. അവർ വീണ്ടും ആ ഡ്രസ്സ് മിന്നുവിന് അയച്ചു കൊടുക്കുന്നു. മിന്നു വീണ്ടും അത്, അപ്പോൾ അവർ പറഞ്ഞു ഈ ബോഡിക്കോൺ ടൈപ്പ് വേണ്ട, അതിന് വേറെ മോഡലിൽ തയ്ച്ചു കൊടുക്കണം, കുറച്ച് വിടർന്ന് നിൽക്കുന്ന ടൈപ്പിൽ തയ്ച്ചു കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ മിന്നു വീണ്ടും മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഒരു എ-ലൈൻ ടൈപ്പിൽ ആ ഡ്രസ്സ് വീണ്ടും മാറ്റി തയ്ക്കുകയാണ്. മേൾവശം അതേപോലെ നിലർത്തിക്കൊണ്ട് തന്നെ താഴേക്കുള്ള ഭാഗം മാത്രം മാറ്റിയിട്ട് മിന്നു ചെയ്തു കൊടുക്കുന്നു. അതിന് ഒരുപാട് ചിലവ് വരും, കാരണം വീണ്ടും മെറ്റീരിയൽ മിന്നു സ്വന്തം കയ്യിലെ കാശ് എടുത്തിട്ടാണ് വാങ്ങുന്നത്. വേറെ ആരോ തയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാശ് എടുത്തിട്ട് മിന്നു അത് വാങ്ങുന്നു, എന്നിട്ട് കംപ്ലീറ്റ് വർക്ക് വീണ്ടും ചെയ്യുന്നു. എന്ന് വെച്ചാൽ തയ്ച്ച ഡ്രസ്സ് വീണ്ടും അഴിച്ച് വീണ്ടും അത് തയ്ച്ചുണ്ടാക്കി മിന്നു വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ഡ്രസ്സ് പൂർത്തിയാക്കുന്നു. എന്നിട്ട് മിന്നു അത് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരോട് മിന്നു പറയുന്നുണ്ട് ഞാൻ രണ്ടാമത് ഈ മെറ്റീരിയൽ വാങ്ങിയതാണ്, അത് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്, ദയവായിട്ട് നിങ്ങൾ എനിക്കൊരു തയ്യക്കൂലിയായിട്ടൊരു 3000 രൂപയെങ്കിലും അയച്ചു തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരത് ചെയ്യാമെന്ന് പറഞ്ഞതുമായിരുന്നു. അങ്ങനെ മിന്നു ഈ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നു. അതോടുകൂടി അവരത് ഇട്ട് നോക്കിയപ്പോൾ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആവുന്നു, അത് ഓക്കെ ആണെന്ന് പറയുന്നു. അപ്പോൾ മിന്നു പറയുന്നുണ്ട് ആദ്യം ഞാൻ തയ്ച്ച ഡ്രസ്സിന്റെ അതേ അളവ് തന്നെയാണ് ഞാൻ ഇതും തയ്ച്ചിരിക്കുന്നത്, പിന്നെ എന്താണ് നിങ്ങൾ ആദ്യത്തെ ഡ്രസ്സിന് കുറ്റം പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർ ഈ കൊടുക്കാന്ന് പറഞ്ഞ 3500 രൂപ മിന്നുവിന് കൊടുക്കുന്നില്ല. മിന്നു കുറേ തവണ ഫോൺ ചെയ്യുന്നു. അപ്പോൾ തരാൻ ചേച്ചി എന്ന് ആ പെൺകുട്ടി പറയുന്നു, അമ്മയോട് പറയാന്ന് പറയുന്നു. പക്ഷെ ഒരു 3-4 തവണ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഫോൺ ബ്ലോക്ക് ചെയ്ത് കളയുന്നു. മിന്നു വളരെ വിഷമിക്കുന്നു. മിന്നു വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ബ്ലോക്ക് ചെയ്തു എന്ന് മനസ്സിലാവുന്നു. മിന്നുവിന്റെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ അവർ ഫോൺ എടുക്കുന്നു. എന്നിട്ട് മിന്നു ആണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അവർ ഫോൺ കട്ട് ചെയ്യുന്നു. മിന്നു അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ഫോൺ എടുക്കുന്നു. മിന്നു ആണെന്ന് മനസ്സിലാവുന്നതോടുകൂടെ ഫോൺ കട്ട് ചെയ്യുന്നു. അതോടുകൂടെ മിന്നു വളരെ വിഷമിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മിന്നു പറയുന്നത് രാത്രിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് ഒരു ഡ്രസ്സ് തയ്ക്കുന്നത്. ശരിയാണ്, തയ്ക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഒരു ഡ്രസ്സ് തയ്ച്ച് തീർക്കുക എന്ന് പറയുന്നത് വളരെ, നമ്മൾ പറഞ്ഞ സമയം കൊണ്ട് തയ്ച്ച് തീർക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഉറക്കമൊഴിഞ്ഞിട്ട് രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ട് 2 മണി വരെ 4 മണി വരെ ഇരുന്നിട്ടായിരിക്കാം പലരും ഡ്രസ്സ് തയ്ക്കുന്നത്. എന്നിട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരെ ആളുകൾ പാകല്ല, അങ്ങനെ തയ്ച്ചു ഇങ്ങനെ തയ്ച്ചു, നിങ്ങൾ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് ഒരു വെള്ള ഫ്രോക്ക്, തീർച്ചയായിട്ടും അതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഫ്രോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും, വിവാഹം എന്ന് പറയുന്നത് നമ്മളെ ലൈഫിലെ ഏറ്റവും ഒരു മനോഹരമായ അല്ലെങ്കിൽ പ്രഷ്യസ് ആയ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മുഹൂർത്തമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ ഒരു കണ്ണീര് വീഴ്ത്തിയിട്ട് അതിൻ്റെ ഒരു കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ആ ഡ്രസ്സ് ഇപ്പോൾ ആ മിന്നു എന്ന് പറയുന്ന കുട്ടി ഈ വീഡിയോ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. കാരണം ആ കുട്ടി ആ ഒരു ഷീറ്റ് ഇട്ട വീട്ടിലാണ് ഇത്രയും വർഷമായിട്ട് ജീവിക്കുന്നത്, അവരുടെ വീട് പണി നടക്കുന്നുണ്ട്. അത് ഈ കുട്ടി ഇതുപോലത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ കുറച്ച് കൂലിപ്പണി ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ച കൂട്ടി വെച്ച കാശ് വെച്ച് അവർ കുറച്ച് കാശാകുമ്പോൾ കുറച്ച് പണി ചെയ്ത്, കുറച്ച് കാശാകുമ്പോൾ കുറച്ച് പണി ചെയ്ത്, അങ്ങനെയാണ് ആ വീട് പണി പോലും അവർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ആളുകൾ വന്നിട്ട് ഇതുപോലെ പറ്റിച്ചിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു വിവാഹം പോലെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവരുടെ ഒരു കണ്ണീരൊക്കെ വീഴ്ത്തിയിട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇന്നു പറയുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ അധ്വാനത്തിന്റെ കാശ് പോയി, മെറ്റീരിയൽ വാങ്ങിയതിന്റെ കാശ് പോയി. ഈ മെറ്റീരിയൽ വാങ്ങിയതിന്റെ കാശ് പോട്ടെ എന്ന് വെക്കാം, കാരണം ആദ്യം അതിൽ നിന്ന് അഴിച്ചെടുത്ത മെറ്റീരിയൽ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരിക്കും, അത് പിന്നീട് വേറെ ഏതെങ്കിലും ഡ്രസ്സിന് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ അധ്വാനത്തിന്റെ കാശ് പോലും കൊടുക്കാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ ശപിച്ച് ഭസ്മാക്കുക അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാങ്ങിയ ഡ്രസ്സൊക്കെ നമ്മൾ ഏറ്റവും മന്ത്രകോടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വസ്തു ഇതുപോലെ ഒരാളുടെ കണ്ണീര് വീഴ്ത്തി വാങ്ങി വെക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു സങ്കടം തോന്നുന്ന കാര്യമാണ്. ഈ മിന്നു എന്ന് പറയുന്ന പെൺകുട്ടിയോട് എനിക്ക് വളരെ റെസ്പെക്ട് ഉണ്ട്. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നെ ആ യൂട്യൂബ് ചാനലിലൂടെ മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു ജോലിയും ചെയ്യാതെ ഈ യൂട്യൂബ് കൂടെ വെറുതെ വന്നിട്ട് വീട്ടിലത്തെ കാര്യവും കാണിച്ച് കുറേ പ്രൊമോഷനും കാണിച്ച് അങ്ങനത്തെ ഒരു പറ്റിപ്പൊന്നുമല്ല ചെയ്യുന്നത്. ആ കുട്ടി അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പറ്റിക്കുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നേ പറയാനുള്ളൂ. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോ മിന്നുവിന്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇത് മുൻപും
ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആത്മാർത്ഥത, സത്യസന്ധത ഇതൊക്കെ നമ്മൾ വെറുതെ മണ്ടത്തരത്തിൽ കാണിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ ഈ മിന്നു എന്ന് പറയുന്ന കുട്ടിക്ക് അവരുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങി ഒപ്പിടായിരുന്നു. ഇത് ഇന്നതാണ് ഇതിന്റെ അളവുകൾ എന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ എഴുതി വാങ്ങി ഒപ്പിടാം. അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് മിന്നുവിന് അങ്ങനെ ഒരു നിലപാടെടുക്കുക. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതൊക്കെ എൻ്റർ ചെയ്ത് അവരെ കൊണ്ടൊരു ഒപ്പ് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോയാലേ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് തട്ടിപ്പുകളിൽ പിന്നെയും ചെന്ന് പെടാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ അടിയിൽ വന്നിട്ട് ഇത് ഇവിടുത്തെ കണ്ടന്റിന് വേണ്ടി പറയുന്നതാണ്, എത്ര അനുഭവമായി ഇപ്പൊ നിങ്ങൾക്ക്, അങ്ങനെയൊക്കെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒന്നും ഒരു കാര്യവും ചെയ്തിട്ട് ശാശ്വതമായിട്ട് നിൽക്കുമെന്ന് പറയാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫംഗ്ഷന് വേണ്ടിയിട്ടാകുമ്പോൾ പ്രത്യേകം. അപ്പൊ അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.